ഫ്രൈഡ് റൈസ് ഇഷ്ടമില്ലാത്തവരായിട്ട് വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ കോളിഫ്ലവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഗോബി ഫ്രൈഡ് റൈസ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാസ്മതി റൈസാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ 2.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് കുതിർക്കാനായി വെക്കണം. കൃത്യം 10 മിനിറ്റിന് ശേഷം ഇതിലെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഇത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായി ഞാനൊരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോറിന് ആവശ്യത്തിനുള്ള കല്ലുപ്പും കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എണ്ണ ചേർക്കുന്നത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ അരി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അരി ഒരു 70% വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ വേവ് പാകത്തിനായിട്ടുണ്ട്. അതിനായിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തീ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം നല്ല വട്ടമുള്ള പാത്രത്തിലേക്ക് അരി മാറ്റുകയാണ്. കുക്ക് ചെയ്ത് അതേ പാത്രത്തിൽ തന്നെ അരി വെക്കുകയാണെങ്കിൽ ആ ചൂടത്ത് കടന്ന് അരി പിന്നെയും വേവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ഒരു സൈസുള്ള പീസായിട്ടാണ് കോളിഫ്ലവറിന് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിനായിട്ട് മൈദ, അരിപ്പൊടി, കോൺഫ്ലോർ, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് കൃത്യമായിട്ടുള്ള പാകം. ആ പൊടികളുടെ കൂട്ട് കോളിഫ്ലവറിന് മേലെ ഒരുപാട് അങ്ങനെ പൊതിഞ്ഞിരിക്കാൻ പാടില്ല, എന്നാൽ കുറച്ച് വേണം താനും. അതുപോലെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോളിഫ്ലവർ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിളയൊന്ന് അടങ്ങിയതും ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കോളിഫ്ലവർ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുകയായിരിക്കും നല്ലത്. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവർ എണ്ണ ഒരുപാട് വലിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കോളിഫ്ലവർ പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തീ എപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോളിഫ്ലവർ വറുക്കാൻ ഉപയോഗിച്ച് അതേ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് അതിൻ്റെ കളർ മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉടനെ തന്നെ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് കുറച്ച് മുളക് പൊടി, ടൊമാറ്റോ സോസ്, ഡാർക്ക് സോയ സോസ്, കുറച്ച് പഞ്ചസാര എല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്രൈഡ് റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർത്തിട്ട് തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇടയ്ക്ക് ഉപ്പ് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും മതിയാവും. ഇനി അവസാനമായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയനും കൊത്തമല്ലി ഇലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റവ് ഓഫ് ചെയ്യുക. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കോളിഫ്ലവർ മാത്രമാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്കിത് കുറച്ചുകൂടി ഹെൽത്തി ആക്കി മാറ്റണമെങ്കിൽ കുറച്ചുകൂടി വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റ്, ബീൻസ്, മഷ്റൂം അങ്ങനെയുള്ളത് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഉണ്ടാക്കാൻ കുറച്ച് സമയമെടുക്കും. എന്നാലും നമ്മുടെ കൈ കൊണ്ട് വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു തൃപ്തിയല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.